ഒന്നും രണ്ടുമല്ല മൂന്നാമത്തെ പെൺകുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സെക്ഷൽ പെർവേർട്ടിൽ നിന്ന് അനുഭവിച്ച വേദനകൾ എണ്ണി പറയുന്നത്. ശബ്ദരേഖ, ഭീഷണി, ചാറ്റ് തുടങ്ങി ലൈംഗിക ചൂഷണത്തിന് ശബ്ദിക്കുന്ന തെളിവുകളാണ് ഈ മൂന്ന് പേരും പുറത്തുവിട്ടത്. എല്ലാ കേസുകളിലും ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സ്നേഹം നടിക്കൽ, ഗർഭിണിയാകാൻ പ്രേരിപ്പിക്കൽ, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കൽ, ഭീഷണി, ചീത്തവിളി, ശാരീരിക ആക്രമണം, അങ്ങനെയുള്ള സ്ഥിരം പാറ്റേൺ. ഒപ്പം സാമ്പത്തിക ചൂഷണം കൂടി മൂന്നാമത്തെ പരാതിക്കാരി നേരിട്ടു. പക്ഷേ ആദ്യ രണ്ട് പരാതികളിലേതിനേക്കാൾ കൂടുതൽ ശക്തമായ തെളിവുകളുമായാണ് മൂന്നാമത്തെ പരാതിക്കാരി രാഹുൽ എന്ന ലൈംഗിക ചൂഷകനെ തുറന്നു കാണിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ കേസിനെ നിർണായകമാക്കുന്നത്? അതിക്രൂരമായ പീഡനമാണ് എന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇന്നലെ നമ്മൾ ആ വിശദാംശങ്ങളെല്ലാം എടുത്താണ്. മൂന്നാമത്തെ കേസിൽ രാഹുൽ എന്ന പരാതിക്കാരൻ നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ക്രൂരമായ ലൈംഗിക വേട്ട എന്നാണ് FIR-ലുള്ളത്. മുറിയിലേക്ക് വന്നയുടൻ കിടക്കയിലേക്ക് തള്ളിയിട്ട ശേഷം ക്രൂരമായി പീഡിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ഇന്നലെ അറിഞ്ഞ വിവരങ്ങൾ തന്നെയാണ്. തടയാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിച്ചു, തുപ്പി, കരഞ്ഞ് നിലവിളിച്ചിട്ടും വിട്ടിട്ടില്ല എന്നൊക്കെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഉപദ്രവിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വേഗം പോയി. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളാണ്. ഭീഷണിപ്പെടുത്തി, അതാണ് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി എന്നൊരു വിവരമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് നമുക്ക് ഏതായാലും ഷബിന വിശദാംശങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ഷബിനയിലേക്ക് പോകാം. ഷബിന, ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും മറ്റു വിശദാംശങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പരിശോധിച്ചാണ്. ഇതിൻ്റെ നിയമപരമായിട്ട് എത്രത്തോളം ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ്? ഇന്നിപ്പോൾ നടന്ന കാര്യങ്ങൾ എന്താണ്? ഇന്നിപ്പോൾ ഈ കോടതിയിൽ നടന്ന കാര്യങ്ങൾ, അതായത് ഈ രാഹുലിനെ ഇന്നലെ റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്തതിന് ശേഷം തീർച്ചയായും ഇത്തരം ഒരു കേസിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് ഇന്നലെ തന്നെ അന്വേഷണ സംഘം ആ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ പിടിച്ചെടുത്തു. പക്ഷേ ആ പാസ്വേഡ് നൽകാൻ അല്ലെങ്കിൽ ആ ഫോണിലെ വിവരങ്ങൾ തുറന്ന് പരിശോധിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് സഹകരിക്കാത്ത നിസ്സഹകരണമാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നൊരാവശ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിരുന്നു. മറ്റൊന്ന്, ഈ കേസ് ഇപ്പോൾ നമുക്കറിയാം, ഈ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടുള്ളത് ഒരു ഹോട്ടൽ മുറിയിൽ പീഡനത്തിന് ഇരയാക്കി തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെളിവെടുപ്പ് വേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇത്രയും ക്രൂരമായ ഒരു ബലാത്സംഗം എന്ന രീതിയിലുള്ള കേസാണ്. ഈ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യ രണ്ട് കേസുകൾ നമുക്കറിയാം, കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യ കേസിൽ ഈ സെഷൻസ് കോടതി അല്ലെങ്കിൽ താഴെയുള്ള കോടതി ജാമ്യം നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി അതിൽ പെട്ടെന്ന് തന്നെ ഇടപെടുകയും അറസ്റ്റ് വിലക്കിക്കൊണ്ട് ഉത്തരവിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രാഹുൽ ആ കേസിൽ രക്ഷപ്പെടുന്നു. രണ്ടാമത്തെ കേസിൽ താഴെ കോടതിയിൽ നിന്ന്, അതായത് ഈ വിചാരണ കോടതിയിൽ നിന്ന് തന്നെ ഉടൻ ജാമ്യം ലഭിച്ചു. അതിലും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ കേസിലേക്ക് വരുമ്പോൾ പോലീസ് വളരെ തന്ത്രപൂർവ്വമാണ് ഈ കേസിൽ കരുക്കൾ നീക്കിയത് എന്ന് പറയാൻ കഴിയും. കാരണം ഈ ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വരുമ്പോൾ ജാമ്യാപേക്ഷയിൽ ഈ പെൺകുട്ടി, അതായത് ഈ ആദ്യം പരാതി നൽകിയ പെൺകുട്ടിയെ കക്ഷി ചേർക്കുന്നു, അല്ലെങ്കിൽ ഈ പെൺകുട്ടി കക്ഷി ചേരുന്നു. അതിനുശേഷം ഈ കേസിൽ ഈ പെൺകുട്ടിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ കേസ് മാറ്റിവെക്കുന്നു. അതൊക്കെ ഒരു പോലീസിൻ്റെ വളരെ ആസൂത്രിതമായ ഒരു നീക്കം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ പരാതി ഈ ഹൈക്കോടതിയിൽ ആദ്യ കേസിലെ ജാമ്യാപേക്ഷ വരുമ്പോൾ ഈ മൂന്നാമത്തെ പരാതി പോലീസിന് ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ രഹസ്യമായൊരു നീക്കം നടത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് കോടതിയിലേക്ക് പോയാൽ ഏതെങ്കിലും തരത്തിൽ ഇത് ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന ഒരു നിയമപരമായ ചോദ്യം, അല്ലെങ്കിൽ കോടതികൾ അത്തരത്തിലുള്ള വാദങ്ങൾ അഭിഭാഷകർ ഉന്നയിക്കുമ്പോൾ ആ രീതിയിൽ ആദ്യഘട്ടത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കേസുകളിൽ ജാമ്യം പെട്ടെന്ന് ലഭിക്കാനുണ്ടായ സാഹചര്യവും. കാരണം ഈ ഉഭയസമ്മത പ്രകാരമാണ് ബന്ധം തുടർന്നത് എന്നതിന് തെളിവായി ചില കാര്യങ്ങൾ ഈ രാഹുൽ തന്നെ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. കാരണം ഇവർ മുമ്പ് പരിചയപ്പെട്ടത്, ഇവർ പ്രണയത്തിലായത്, അതുപോലെ ഇവർ ചാറ്റ് ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ട് പ്രായപൂർത്തിയായ ആളുകൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം തെറ്റിക്കഴിയുമ്പോൾ പിന്നീട് ബലാത്സംഗമാക്കരുത് എന്ന് സുപ്രീം കോടതി അടക്കം നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വസ്തുത അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായ ഒരു കാര്യം ഈ ഇത്തരം വിഷയങ്ങളിലേക്ക് കൊണ്ടുവരും. പിന്നീടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുക. ആദ്യഘട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ പ്രാഥമികമായ ഒരു വാദം മാത്രം, അല്ലെങ്കിൽ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമാണ് കോടതി പരിശോധിക്കുക. അതുകൊണ്ട് തന്നെയാകാം ഒരു പക്ഷേ ഈ മൂന്നാമത്തെ കേസിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തി രാഹുലിനെ അഴിക്കുള്ളിലാക്കിയത്. ഈ കേസിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിലൊക്കെ നിയമപരമായി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ രാഹുൽ പറയുന്നത് പോലെ ഉഭയസമ്മത പ്രകാരം എന്ന്. അതിനകത്ത് സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയം ഷബ്ന, ഇപ്പോൾ നമ്മൾ ഇയാളുടെ തന്നെ ഇപ്പോൾ മൂന്നാം കേസാണല്ലോ ഇത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരിക്കുന്ന രണ്ട് സംഭവങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ, ഇപ്പോൾ റേപ്പാണ് നടന്നിട്ടുള്ള എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിപ്പോൾ മറ്റു രണ്ട് പെൺകുട്ടികളോടും ചെയ്ത് സമാനമായിട്ട് ശാരീരികമായിട്ട് ആക്രമിക്കുക എന്ന കാര്യം ഒരു പെൺകുട്ടി പറഞ്ഞാൽ അതിനകത്ത് ആ റേപ്പ് എന്ന സംഗതി അവിടെയുണ്ട്. പക്ഷേ അപ്പോഴും റേപ്പ് സംഭവത്തിന് ശേഷമാണ് ഈ ഫ്ലാറ്റ് വാങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്, അയാൾക്ക് പണം അയച്ചു കൊടുക്കുന്നത്. ഞാനൊരു ട്രോമാ ബോണ്ടിനകപ്പെട്ടു പോയി എന്ന് ഈ
ഇതിനകത്ത് FIR-ൽ പറയുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പരാതിക്കാരിയുടെ ഇൻറ്റൻഷനെ സംശയിക്കുകയല്ല. പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യത്തിലൂടെ നോക്കുമ്പോൾ ഈ റേപ്പ് നടന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ തനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമായിട്ട് രാഹുലിൻ്റെ അഭിഭാഷകൻ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയില്ലേ? അതിനെ എങ്ങനെയായിരിക്കും നമ്മുടെ അന്വേഷണ സംഘം നേരിടുക? അത് തന്നെയാണ് ഈ ആദ്യഘട്ടത്തിൽ ഇന്നലെ ഇപ്പോൾ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുൽ ആ വാദം പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ പെൺകുട്ടി തന്നെയാണ് റൂം എടുത്തത്, അതോടൊപ്പം തന്നെ ഈ ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യം ചർച്ച ചെയ്യുന്നു. ഇത്തരത്തിൽ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്ന സ്ത്രീ പിന്നീട് ഇയാളുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്നു. അതൊന്നും ആ രീതിയിലല്ല. ഉഭയസമ്മത പ്രകാരം ഉണ്ടായിരുന്ന ബന്ധം തകർന്നതിന് ശേഷം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 2024 സംഭവം, ഇപ്പോൾ പരാതി നൽകിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. തുടർച്ചയായി വരുന്ന ഈ പരാതികളുടെ തുടർച്ചയാണ് ഈ മൂന്നാമത്തെ പരാതിയും. അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള അല്ലെങ്കിൽ ഗൂഢാലോചനയോട് കൂടിയിട്ടുള്ള പരാതിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അഭിഭാഷകർ ഈ ആദ്യത്തെ ജാമ്യാപേക്ഷയിൽ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. കാരണം ഈ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ ജാമ്യാപേക്ഷ ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നത് പോലുമല്ല. കാരണം അധികാരപരിധിയിൽ വരില്ല എന്ന് പറയുമ്പോൾ 3 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ മാത്രമാണ് ജാമ്യാപേക്ഷയിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് വാദം നടത്താൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് വിധി പറയാൻ പറ്റൂ. ഇതിപ്പോൾ ഒരു ഫോർമാലിറ്റിയുടെ അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും വിശദമായി തന്നെ സെഷൻസ് കോടതിയിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കും. ഈ പെൺകുട്ടിക്കെതിരായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരും. പക്ഷേ ഒരു കാര്യമുണ്ട്, സാമ്പത്തിക ചൂഷണം, അതോടൊപ്പം തന്നെ സ്ഥിരമായി ഒരേ തരത്തിലുള്ള കുറ്റം ചെയ്യുന്ന ആൾ ക്രൂരമായി പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്ന സ്ഥിരമായ പരാതികൾ അതൊരു പക്ഷേ കോടതി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഈ ബലാത്സംഗ കുറ്റം എന്നത് കൃത്യമായി റേപ്പിൻ്റെ ഈ നിയമത്തിലുള്ള റേപ്പിൻ്റെ ഡെഫിനിഷൻ നിൽക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും മറ്റു വകുപ്പുകൾ, അതായത് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം, ഈ സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകില്ലേ എന്ന് വേറൊരു വശവും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കോടതികൾ ഇത് ഏത് രീതിയിൽ പരിഗണിക്കും എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അന്വേഷണ സംഘം കൃത്യമായി ഇത് ഈ രാഹുലിനെ തെളിവുകൾ സഹിതം പൂട്ടാൻ തന്നെ തീരുമാനിച്ചാണ് ഈ മൂന്നാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ ഈ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയ പിടിവള്ളി തന്നെയായിരിക്കും. ശരി, നന്ദി ഷബ്ന. വളരെ വ്യക്തതയുള്ള ഒരു വിശകലനമായിരുന്നു അത്. ആ നിലക്ക് നമ്മൾ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു കാര്യം, ഷാഫി പറമ്പിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകി എന്നതാണ്. അദ്ദേഹത്തോടുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, വടകരയിലെ ഫ്ലാറ്റിലേക്ക് വരൂ എന്ന് ഈ കുട്ടിയെ ക്ഷണിച്ചത് ഷാഫി പറമ്പിലിനോട് ചേർന്ന എന്തെങ്കിലുമാണോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് നേരെ വന്നു. അദ്ദേഹം അത് നേരിട്ടു, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. നമുക്കത് കാണാം. ഏത് ഫ്ലാറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു? ഞാൻ ആരുൾപ്പെടെ അല്ല, അത് ഞാൻ പറഞ്ഞു. ഞാൻ എന്തിനാ മറുപടി? എന്റെ പേര് അതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലുണ്ടോ? രാഹുലിൻ്റെ കേസ് തനിക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എൻ്റെ പേര് അതിനകത്തില്ലല്ലോ, എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആര് പറഞ്ഞു എന്ന ചോദ്യങ്ങളാണ്. അത് കേട്ടു. അക്കാര്യത്തിൽ എനിക്ക് കൂടുതൽ വിശദീകരണം വേണ്ട. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ആദ്യ ജനപ്രതിനിധിയും പൊതുപ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. പൊളിറ്റിക്കൽ പവറും മണി പവറും വാടകയ്ക്കെടുത്ത PR-ഉം കൊണ്ട് എല്ലാം മറികടക്കാം എന്ന മാങ്കൂട്ടത്തിൻ്റെ അഹന്തയ്ക്ക് മുകളിലാണ് മൂന്നാമത്തെ പരാതിക്കാരിയും കേരള പോലീസും ശനിയാഴ്ച അർദ്ധരാത്രി നടത്തിയ ഓപ്പറേഷനിലൂടെ ആണിയടിച്ചത്. പക്ഷേ മാവേലിക്കര സബ് ജയിലിലെ തറയിൽ പായ വിരിച്ച് കിടക്കുമ്പോഴും അന്വേഷണ സംഘത്തെ വരെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം അയാളിൽ അവശേഷിക്കുന്നുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്.